നമസ്കാരം, മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. അളവറ്റ പ്രതീക്ഷയോടെയാണ് ഏതൊരു യുവാവും ഒരു സർക്കാർ ജോലിക്ക് കാത്തിരിക്കുന്നത്. ഈ പ്രതീക്ഷയ്ക്ക് വിശ്വാസ്യതയിലൂടെ ആശ്വാസം പകരാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളോളം പഠിച്ചും പരീക്ഷകൾ എഴുതിയും റാങ്ക് ലിസ്റ്റുകളിൽ കയറിക്കൂടി ജോലിക്ക് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതാണ് PSCയുടെ സംവിധാനം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. PSCയുടെ മുൻഗണനാ ലിസ്റ്റും യോഗ്യതയും മറികടന്ന് വളഞ്ഞ വഴികളിലൂടെ സർക്കാർ ജോലിയിൽ കയറി പറ്റുക അത്ര എളുപ്പമല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ വീണ്ടും കേൾക്കുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ വാർത്തകൾ PSCയുടെ വിശ്വാസ്യതയെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സംഭവം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ചട്ടങ്ങൾ മറികടന്നും കായികക്ഷമതാ പരീക്ഷ പോലും അവഗണിച്ചും 2 ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസ് സേനയിൽ ഇൻസ്പെക്ടർ തസ്തികയിൽ നിയമിച്ചെന്ന വാർത്ത ഗുരുതരമായ ആശങ്കകൾക്കാണ് ഇടയാക്കുന്നത്. CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ഷിനു ചൊവ്വ, എറണാകുളം വടുതല സ്വദേശി ചിത്തരേഷ് നടേശൻ എന്നിവർക്കാണ് സേനയിലെ ഉയർന്ന തസ്തികകളിൽ നിയമനം നൽകിയിരിക്കുന്നത്. സ്പോർട്സ് കോട്ട വഴിയാണ് നിയമനമെങ്കിലും സാധാരണ നിയമനങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുന്ന കായികക്ഷമതാ പരീക്ഷ പോലും പൂർത്തിയാക്കാതെയാണ് ഉത്തരവ് എന്നാണ് അറിവ്. കഴിഞ്ഞ വർഷം മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനമെടുത്തപ്പോൾ വിവാദം ഉയർന്നിരുന്നു. പിന്നീട് നടത്തിയ കായികക്ഷമതാ പരീക്ഷയിൽ ഒരാൾ പരാജയപ്പെട്ടതും മറ്റൊരാൾ പങ്കെടുക്കാതിരുന്നതും സംഭവത്തെ കൂടുതൽ സംശയാസ്പദമാക്കി. അതിനുശേഷം സർക്കാർ അധികാരമൊഴിയാൻ പോകവേ ഫയൽ വീണ്ടും പരിഗണിച്ച് നിയമന ഉത്തരവ് ഇറക്കിയ നടപടി നീതീകരിക്കാനാവില്ല. PSC സംസ്ഥാനത്തെ യുവജനതയ്ക്ക് നൽകുന്ന ഉറപ്പിനെ സർക്കാർ തന്നെ തുരങ്കം വയ്ക്കുന്നത് എത്ര ഖേദകരമാണ്. ഇതൊറ്റപ്പെട്ട സംഭവമല്ലെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം പിൻവാതിൽ നിയമന ആരോപണം പലവട്ടം ഉയർന്നിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നതുപോലും ഇത്തരം ഒരു പിൻവാതിൽ നിയമനത്തിന്റെ പേരിലായിരുന്നു. 2ാം പിണറായി സർക്കാരും പാർട്ടിക്കാരായ താൽക്കാലികക്കാരെ തിരികെ കയറ്റുന്നതിലും ഒട്ടും പിശുക്ക് കാണിച്ചില്ല. താൽക്കാലിക നിയമനങ്ങൾ ബന്ധുക്കൾക്കും പാർട്ടി അനുഭാവികൾക്കും മുൻഗണന നൽകിയെന്ന വിമർശനങ്ങൾ, നിയമനമില്ലാത്തതിന്റെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങൾ എല്ലാം പോയ വർഷങ്ങളിലെ കേരള ഭരണ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. അംഗീകൃത തസ്തികകളിൽ മാത്രമേ സ്ഥിരപ്പെടുത്തൽ നടത്താവൂ എന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കെ സ്വന്തക്കാർക്ക് വേണ്ടിയുള്ള സ്ഥിരപ്പെടുത്തലിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടായി. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുള്ള നിയമനങ്ങൾ അനുവദിക്കാനാവില്ലെന്നാണ് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ PSCയെ മറികടന്ന നിയമനങ്ങൾ നടത്താനുള്ള നീക്കമുണ്ടായത് കഴിഞ്ഞ മാസമാണ്. വികേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന്റെ ആധാരമായ ഈ വകുപ്പിൽ സുപ്രധാന തസ്തികളിലേക്ക് PSC വഴി നിയമനം നടത്തുന്നതിന് പകരം കരാർ, ഡെപ്യൂട്ടേഷൻ എന്നീ വഴികളിലൂടെ ആളുകളെ നിയമിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഉയർന്നത്. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്ത് ആയിരക്കണക്കിന് യുവാക്കൾ PSC റാങ്ക് ലിസ്റ്റുകളിൽ അവസരം കാത്തു നിൽക്കുകയാണ്. ചില ലിസ്റ്റുകൾ കാലാവധി പൂർത്തിയാക്കി അവസാനിക്കുമ്പോഴും നിയമനം ലഭിക്കാതെ പോകുന്ന അവസ്ഥ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ നിരാശ സൃഷ്ടിച്ചിട്ടുണ്ട്. വർഷങ്ങൾ പരിശ്രമിച്ച ശേഷം ലഭിക്കുന്ന അവസരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഭരണകൂടത്തോടുള്ള വിശ്വാസം തകരുന്നത് സ്വാഭാവികമാണ്. PSC പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനിച്ചിരുന്നു. ജനറൽ വിഭാഗത്തിൽ 36-ൽ നിന്ന് 40 ആക്കിയാണ് പ്രായപരിധി ഉയർത്തിയത്. സംവരണ വിഭാഗങ്ങൾക്കും ആനുപാതികമായ പ്രായപരിധി ഉയർന്നു. വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ കയറിപ്പറ്റിയിട്ടും നിയമനം കിട്ടാതെ പോയ 36 വയസ്സ് പിന്നിട്ട ലക്ഷക്കണക്കിന് പേർക്ക് ആശ്വാസകരമാകുന്നതാണ് ഈ തീരുമാനം എന്നതിൽ സംശയമില്ല. റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം ഇഴയുമ്പോഴും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് പ്രായം കൂട്ടിയത്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ജനക്ഷേമമല്ല, വോട്ട് ലക്ഷ്യമാണെന്ന് അടിവരയിടുന്നതാണ് ഇപ്പോൾ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ എന്ന് വിലയിരുത്തപ്പെട്ടേക്കാം. സുതാര്യവും നിയമാനുസൃതവുമായ നിയമന സംവിധാനമാണ് ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാനം. PSCയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലുള്ള സംവിധാനങ്ങളെ മറികടന്ന നിയമനം നടത്തുന്നത് ആ അടിസ്ഥാനത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകുകയും നിയമന പ്രക്രിയ പൂർണ്ണമായും സുതാര്യവും നിയമാനുസൃതവുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്.
പ്രഖ്യാപനങ്ങളിലൂടെ കയ്യടിയും വോട്ടും നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന് പകരം നിയമനങ്ങളിൽ സുതാര്യതയും സമത്വവും ഉറപ്പാക്കുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. നിയമനങ്ങളിൽ ചട്ടങ്ങളും യോഗ്യതകളും മറികടന്ന് പിൻവാതിലുകൾ തുറക്കുമ്പോൾ നഷ്ടമാകുന്നത് ചില ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ മാത്രമല്ല, ഭരണവിശ്വാസ്യത കൂടിയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വീണ്ടും ഉയരുന്ന ഈ വിവാദങ്ങൾ അധികൃതർ മുന്നറിയിപ്പായി കാണണം. യുവജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഭരണകൂടത്തിന് വികസന വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം നിലകൊള്ളാനാവില്ല.